സിൻഡ്രല്ല. ഒരിക്കൽ ഒരിടത്ത് സിൻഡ്രല്ല എന്നു പേരുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അച്ഛനും രണ്ടാനമ്മയ്ക്കും അവരുടെ മക്കളായ ഡ്രെസ്സില്ല, അനസ്തേഷ്യ എന്നിവർക്കൊപ്പവുമാണ് അവൾ താമസിച്ചിരുന്നത്. രണ്ടാനമ്മയും അവരുടെ മക്കളും വളരെ ക്രൂരരായിരുന്നു. സിൻഡ്രല്ലയെക്കൊണ്ട് അവർ വീട്ടുജോലികളൊക്കെ ചെയ്യിച്ചു. സിൻഡ്രലേ, സിൻഡ്രലേ, സമയൊന്ന് നോക്ക്. ഇത്ര നേരമായിട്ട് എനിക്കെന്താ നീ ചായ തരാത്തത്? ഓ, എനിക്ക് തലവേദനിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ അമ്മേ, ഞാനവിടെ. മടിച്ചി പെണ്ണെ, ഒഴിവ് കഴിവ് പറയുന്നത് നിർത്തിക്കോ. ഉടൻ തന്നെ അനസ്തേഷ്യ സിൻഡ്രല്ലയെ വിളിച്ചു. അമ്മടിച്ചു പെണ്ണി, ഇപ്പൊ ഇതെവിടെ പോയിരിക്കുക? ഞാൻ തേക്കാനായി നിന്നെ ഏൽപ്പിച്ച എന്റെ വസ്ത്രങ്ങൾ എവിടെ? ഞാനത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരികയായിരുന്നു. അവളുടെ കോലം കണ്ടില്ലേ? എന്തൊരു വൃത്തിയായിട്ട പെണ്ണാ ഇവള്. ഇനി നീ എന്റെ വസ്ത്രത്തിൽ തൊടുന്നതിന് മുൻപ് കൈ കഴുകിക്കോണം. ഒരു വൃത്തിയുമില്ല. ഇതായിരുന്നു പാവം സിൻഡ്രല്ലയുടെ ജീവിതം. കാലത്തു മുതൽ രാത്രി വരെ എല്ലാ ജോലികളും അവൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തു. എന്നും രാത്രി ക്ഷീണിതയായി എത്തുന്ന സിൻഡ്രല്ല മുകളിലെ മുറിയിലുള്ള ഒരു വൈക്കോൽ കിടക്കയിലായിരുന്നു കിടന്നിരുന്നത്. ഒരു ദിവസം കാലത്ത് സിൻഡ്രല്ല അടുക്കളയിലായിരുന്നപ്പോൾ അവളുടെ രണ്ടാനമ്മയും സഹോദരിമാരും ആവേശത്തോടെ സംസാരിക്കുന്നത് കേട്ടു. അമ്മേ, ഇത് കണ്ടോ? രാജകുമാരൻ എല്ലാരെയും വിരുന്ന് സൽക്കാരത്തിന് വിളിച്ചിരിക്കുന്നു. ഈ രാജ്യത്തുള്ള എല്ലാ സുന്ദരിമാരെയും സൽക്കാരത്തിനായി ക്ഷണിച്ചിരിക്കുകയാ. രാജകുമാരനും വധുവിനെ കണ്ടുപിടിക്കാനാണ്. അമ്മേ, അനസ്തേഷ്യേ, നമുക്ക് തുന്നൽക്കാരന്റെ അടുത്ത് പോയി ഏറ്റവും മനോഹരമായ വസ്ത്രം തയ്പ്പിക്കണം. ഓ, ഞാൻ ഇപ്പോൾ തന്നെ വല്ലാത്ത ആകാംക്ഷയിലാണ്. ഞാനൊരു പച്ചനിറ കുപ്പായമാണ് തയ്പ്പിക്കാൻ പോകുന്നത്. ഒപ്പം മരതക പച്ച നെക്ലസും ഞാനിടും. ഞാനൊരു ഇളം നീല നിറത്തിലുള്ള കുപ്പായമാണ് തയ്പ്പിക്കുക. എന്നിട്ട് അതിന്റെ ഒപ്പം ഇന്ദ്രനീലവും വജ്രവും കൊണ്ടുള്ള ആഭരണമായിരിക്കും ഞാൻ ഇടുന്നത്. എനിക്കുറപ്പാ എന്റെ മക്കളായിരിക്കും ആ വിരുന്നിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുക. പിന്നീടുള്ള ദിവസങ്ങളിൽ സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും സഹോദരിമാരും തുന്നൽക്കാരെയും കേശാലങ്കാരക്കാരെയും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരെയും ചെരുപ്പുണ്ടാക്കുന്നവരെയും സന്ദർശിച്ചു. എന്നാൽ പാവം സിൻഡ്രല്ല ഈ സമയത്ത് വീട്ടുജോലികൾ ചെയ്യുകയായിരുന്നു. ഒടുവിൽ രാജകുമാരന്റെ സൽക്കാര ദിവസം വന്നെത്തി. അനസ്തേഷ്യയും ഡ്രെസ്സിലയും രണ്ടാനമ്മയും ഒരുങ്ങുവാൻ ആരംഭിച്ചു. ഓരോ കാര്യത്തിനും അവർ സിൻഡ്രല്ലയെ വിളിച്ചുകൊണ്ടിരുന്നു. അവരെ അണിയിച്ചൊരുക്കുന്നതിൽ തുടങ്ങി അവസാന മിനുക്കുപണിക്ക് വരെ സിൻഡ്രല്ല സഹായിച്ചു. വണ്ടിയെല്ലാം സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും പോയാലേ കൃത്യനേരത്ത് അവിടെ എത്താൻ കഴിയൂ. സിൻഡ്രല്ലയുടെ അച്ഛനൊപ്പം രണ്ടാനമ്മയും സഹോദരിമാരും വിരുന്നിനായി പോയി. അവർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ സിൻഡ്രല്ല നോക്കി നിന്നു. പിന്നീടവൾ അടുക്കളയിലെത്തി ചാരക്കൂമ്പാരത്തിനടുത്തായി ഇരുന്നു. എന്റെ അമ്മേ, എന്നെന്തിനാണിങ്ങനെ തനിച്ചാക്കി പോയത്? പെട്ടെന്ന് ആ മുറിയിലാകെ ഒരു നീലപ്രകാശം നിറഞ്ഞു. അതെന്താണെന്നറിയുവാൻ സിൻഡ്രല്ല തന്റെ കണ്ണുകൾ തിരുമ്മി നോക്കി. അവൾ ഒരു വയസ്സായ സ്ത്രീയെ അവിടെ കണ്ടു. അവർക്ക് വെളുത്ത ചുരുൾമുടിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ വസ്ത്രങ്ങൾ കാറ്റിൽ പറക്കുകയും അതിലെ ആഭരണങ്ങൾ മിന്നിപ്രകാശിക്കുകയും ചെയ്തു. അവരുടെ കയ്യിലൊരു മാന്ത്രിക വടിയും അതിന്റെ അഗ്രത്തിൽ ഒരു നക്ഷത്രത്തിളക്കവും ഉണ്ടായിരുന്നു. ആരാ നിങ്ങള്? ഞാൻ നിന്റെ അമ്മ മാലാഖയാണ്. ആദ്യം നിന്റെ ഈ കരച്ചില് നിർത്തിയിട്ട് എന്താ കാര്യമെന്ന് പറ. ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെന്താ നിന്റെ കവിളിലൂടെ കണ്ണീരൊഴുകുന്നത്? ആ, എനിക്ക് മനസ്സിലായി. നിന്റെ സഹോദരിമാർക്കൊപ്പം രാജകുമാരന്റെ കൊട്ടാരത്തില് വിരുന്നിന് പോകാൻ പറ്റാത്തതിലുള്ള വിഷമമല്ലേ? കരച്ചില് നിർത്ത്, നീ ആ വിരുന്നിൽ പങ്കെടുക്കും. സത്യായിട്ടും എനിക്ക് വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റുമോ? തീർച്ചയായും സിൻഡ്രല്ല. പക്ഷെ എങ്ങനെയാ അമ്മ മാലാഖേ? നല്ലൊരു വസ്ത്രം പോലും ഇല്ലാതെ അവിടെ പോയിട്ട് എന്താ കാര്യം? എനിക്കൊരു വലിയ മത്തങ്ങ കൊണ്ടുതരൂ. മത്തങ്ങയോ? എന്തിനാ അത്? എന്നോട് നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പറയുന്നത് അനുസരിക്കൂ. സിൻഡ്രല്ല തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു തടിച്ച മത്തങ്ങ കൊണ്ടുവന്നു. മാലാഖ തന്റെ കയ്യിലുള്ള മന്ത്രവടി നീട്ടിയപ്പോൾ സിൻഡ്രല്ലയുടെ കണ്ണുകളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ തടിയൻ മത്തങ്ങ മനോഹരമായ ഒരു കുതിരവണ്ടിയായി മാറി. ഇനി ഈ വണ്ടി ഓടിക്കാൻ 6 കുതിരകൾ വേണം. അതിന് നീ പോയി 6 എലികളെ കൊണ്ടുവരൂ. സിൻഡ്രല്ല അടുക്കളയിൽ ചെന്ന് ഒരു എലിക്കണി ഒരുക്കി വെച്ചു. മാലാഖ എലികൾക്ക് നേരെ മന്ത്രവടി കാണിച്ചപ്പോൾ പെട്ടെന്നവ ഭംഗിയുള്ള 6 കുതിരകളായി മാറി. പിന്നീട് അമ്മ മാലാഖ മീശയുള്ള ഒരു തടിയൻ എലിയെ കുതിരവണ്ടിക്കാരനാക്കി മാറ്റി. എന്നിട്ട് 6 പല്ലികളെ കാലാൽപ്പടക്കാരാക്കുകയും ചെയ്തു. സിൻഡ്രല്ല, ഇനി നിനക്ക് പോകാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എന്താണ് നിന്റെ മുഖത്ത് ഇനിയും വല്ലാത്തൊരു വിഷമം? അല്ല അമ്മ മാലാഖ,
മാലാകെ, ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ വിരുന്നിന് പങ്കെടുക്കുക? എന്റെ മണ്ടിപ്പെണ്ണെ, നിന്റെ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയിട്ടില്ല. നീ ഇങ്ങോട്ട് വാ, എന്റെ മുന്നിൽ വന്ന് നിൽക്ക്. അമ്മ മാലാഖ മന്ത്രവടി അവൾക്ക് നേരെ നീട്ടിയപ്പോൾ സിൻഡ്രല അതിമനോഹരിയായ ഒരു രാജകുമാരിയായി മാറി. മിന്നിത്തിളങ്ങുന്ന അവളുടെ വസ്ത്രത്തിൽ സ്വർണവും വെള്ളിയും വിലപിടിച്ച കല്ലുകളും ഉണ്ടായിരുന്നു. ഭംഗിയുള്ള കേശാലങ്കാരത്തോടുകൂടിയ അവളുടെ തലമുടിയിൽ തിളക്കമാർന്ന ഒരു കിരീടവും ഉണ്ടായിരുന്നു. കൂടാതെ അവളുടെ ചെറിയ മെലിഞ്ഞ സുന്ദരമായ കാൽപാദങ്ങളിൽ കണ്ണാടി പോലത്തെ ഒരു പാദകവും ഉണ്ടായിരുന്നു. അമ്മ മാലാകെ, ഇത് ഞാൻ തന്നെയാണോ? അതെ എന്റെ സിൻഡ്രല, തീർച്ചയായിട്ടും നീ തന്നെയാണ്. നിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്, സ്നേഹിക്കാനുള്ളൊരു മനസ്സുമുണ്ട്. ഇനി നിനക്ക് വിരുന്നിന് പോകാം. സിൻഡ്രല അമ്മ മാലാഖയെ ആലിംഗനം ചെയ്തിട്ട് കുതിരവണ്ടിക്കടുത്തേക്ക് നടന്നു. ഒന്ന് നിൽക്കൂ സിൻഡ്രല, ഇത് ഓർമ്മ വെച്ചോ. ഞാൻ നിനക്ക് തന്ന ഈ ശക്തി അർദ്ധരാത്രി ആവുമ്പോൾ അവസാനിക്കും. കുതിരവണ്ടി മത്തങ്ങയാകും. നിന്റെ വേഷങ്ങളും പഴയതുപോലെ തന്നെയാകും. അതുകൊണ്ട് ഘടികാരം 12 അടിക്കുന്നതിന് മുമ്പ് നീ വീട്ടിൽ തിരിച്ചെത്താൻ നോക്കണം. എനിക്കത് ഓർമ്മയുണ്ട്. ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി. ഞാൻ പോയിട്ട് വരട്ടെ. സിൻഡ്രല ഭംഗിയുള്ള ആ കുതിരവണ്ടിയിൽ കയറി വിരുന്നിന് പോയി. അവൾ കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും സൽക്കാരത്തിന് തുടക്കമായിരുന്നു. സിൻഡ്രല ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും അവളെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവൾ ഒന്നും അറിയാതെ വാതിലിനടുത്ത് നിന്നു. അവളെ ഉള്ളിലേക്ക് ക്ഷണിക്കുവാനായി രാജകുമാരൻ തന്നെ മുന്നിലേക്ക് വന്നു. നിന്നെപ്പോലെ ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. എന്റെ കൂടെ നൃത്തം ചെയ്യാമോ? സിൻഡ്രല രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുവാനായി വന്നു. രാജകുമാരൻ തന്റെ കൂടെ നൃത്തം ചെയ്യുന്ന കാര്യം അവൾക്ക് വിശ്വസിക്കാനായില്ല. അനസ്തേഷ്യേ, ഈ വന്ന വൃത്തിയുടെ ജന്തുവേതാ? ഇവളെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. ഇവളൊരൽപ്പം സുന്ദരിയാണ് കേട്ടോ. പക്ഷേ ഇവൾക്ക് നമ്മളെ തോൽപ്പിക്കാനാവില്ല. രാജകുമാരൻ ഇപ്പോൾ തന്നെ അവളെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരും. അവളെക്കാളും സൗന്ദര്യം നമുക്കല്ലേ ഉള്ളത്. ഒരിക്കലും രാജകുമാരന് സിൻഡ്രലയിൽ നിന്നും കണ്ണുകൾ എടുക്കുവാൻ കഴിഞ്ഞില്ല. സിൻഡ്രലയ്ക്കും അവളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഇത്രയേറെ സന്തോഷം ഒരിക്കലും തോന്നിയിരുന്നില്ല. എപ്പോഴോ അവൾ ഘടികാരത്തിലേക്ക് നോക്കി 12 അടിക്കുവാൻ തുടങ്ങുന്നു. അവൾ രാജകുമാരനെ വിട്ടിട്ട് പുറത്തേക്ക് നടന്നു. എന്നിട്ട് പെട്ടെന്ന് പടികൾ ഓടിയിറങ്ങി. ഓട്ടത്തിനിടയിൽ ഒരു കണ്ണാടി പാതകം അവളുടെ കാലിൽ നിന്ന് ഊരി വീണു. രാജകുമാരൻ അവളുടെ പിന്നാലെ ഓടി. എന്നാൽ സിൻഡ്രലയെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. രാജകുമാരൻ തിരിഞ്ഞപ്പോൾ സിൻഡ്രലയുടെ ചെറിയ കണ്ണാടി പാതകം അവന്റെ കണ്ണിൽപ്പെട്ടു. ഈ ചെരുപ്പുകൾ ഇന്ന് എന്റെ കൂടെ നൃത്തം ചെയ്ത ആ സ്നേഹനിധിയായ പെൺകുട്ടിയുടേതാണ്. ഇതായിരിക്കണം സ്നേഹം. അവളില്ലാത്ത ജീവിതത്തെപ്പറ്റി ആലോചിക്കാനേ വയ്യ. ഓ എന്റെ പ്രിയേ, നിന്നെ ഞാൻ കണ്ടുപിടിച്ച് എന്റെ സ്വന്തമാക്കും. അടുത്ത പ്രഭാതത്തിൽ രാജകുമാരൻ തന്റെ സേവകരെ വിളിച്ചു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ചെന്ന് ഈ കണ്ണാടിച്ചെരുപ്പ് ആരുടെ കാലിലാണോ പാകമാകുന്നത് എന്ന് കണ്ടുപിടിച്ചു വരിക. സേവകർ ആ രാജ്യത്തുള്ള ഓരോ വീടുകളിലും കയറിയിറങ്ങി രാജകുമാരന്റെ പ്രിയതമയെ അന്വേഷിച്ചു. ഒടുവിൽ അവർ സിൻഡ്രല താമസിക്കുന്ന വീട്ടിലും എത്തി. ഞങ്ങളെ രാജകുമാരനാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ പെൺകുട്ടികളും ദയവ് ചെയ്ത് ഈ ചെരുപ്പ് അണിയാൻ ശ്രമിക്കേണ്ടതാണ്. ആരുടെ കാലിലാണോ ഈ ചെരുപ്പ് പാകമാകുന്നത് അവരെയായിരിക്കും രാജകുമാരൻ ഭാര്യയായി തിരഞ്ഞെടുക്കുക. ഡ്രിസേലേ, വേഗം ഒന്ന് ഇങ്ങോട്ട് വരൂ. രാജകുമാരന്റെ സേവകൻ ഒരു പാതകമായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് ആർക്ക് പാകമാകുമോ അവളായിരിക്കും രാജകുമാരന്റെ വധു. ഓഹോ, എങ്കിൽ എനിക്ക് ഉറപ്പായി ഞാനായിരിക്കും ആ തിരഞ്ഞെടുക്കപ്പെടുന്ന സുന്ദരി. നിനക്ക് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ അനസ്തേഷ്യേ. നീ ആള് കൊള്ളാലോ. എല്ലാം നിനക്ക് വേണോന്നാ? നീ നോക്കിക്കോ, ഞാനും ഒന്ന് ശ്രമിക്കാൻ പോവുക. അനസ്തേഷ്യ ആ പാതകമിടാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ വലിയ കാലുകൾ ആ കണ്ണാടി പാതകത്തിൽ കയറിയതേയില്ല. ഈ പാതകം കണ്ടിട്ട് ഇതൊരു കുട്ടിക്ക് മാത്രമേ ചേരൂന്നാ തോന്നുന്നത്. പിന്നീട് ഡ്രിസിലയുടെ ഊഴമായിരുന്നു.
അവളുടെ പാദങ്ങൾ അനസ്തേഷ്യയേക്കാൾ ചെറുതായിരുന്നെങ്കിലും അതും ആ പാദകത്തിന് പാകമായിരുന്നില്ല. എങ്കിലും അവൾ ഞെക്കി ആ പാദകം അണിയാൻ പരിശ്രമിച്ചു. ക്ഷമിക്കണം സഹോദരിമാരെ, ഈ വീട്ടിൽ വേറെ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വേറെ ആരുമില്ല. നിങ്ങൾ സമയം കളയാതെ തിരിച്ചു പോവാൻ നോക്കൂ. ഇതൊരിക്കലും ഒരു പെൺകുട്ടിക്ക് ചേരുന്ന പാതകമാണെന്ന് തോന്നുന്നില്ല. രാജസേവകർ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ അടുക്കളവാതിലിനടുത്തായി സിൻഡ്രല്ല നിൽക്കുന്നത് കണ്ടു. ഈ പെൺകുട്ടി ചെരിപ്പിടാൻ ശ്രമിച്ചില്ലല്ലോ. വരൂ, ഇങ്ങോട്ട് വരൂ. അത് വേണോ? വരൂ, എല്ലാ പെൺകുട്ടികളും ഇത് അണിഞ്ഞു നോക്കേണ്ടതാണ്. സിൻഡ്രല്ല നാണത്തോടെയും മടിയോടെയും മുന്നോട്ട് വന്ന് ആ പാതകം അണിയുവാൻ ശ്രമിച്ചു. അവളുടെ പാദം വളരെ കൃത്യമായി ആ പാതകത്തിന് പാകമായി. അത് കണ്ടപ്പോൾ അവളുടെ രണ്ടാനമ്മയും സഹോദരിമാരും ഞെട്ടിപ്പോയി. ഇവളെപ്പോഴാ വിരുന്നിന് വന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സന്തോഷവാർത്തയുണ്ട് രാജകുമാര. ഞങ്ങളുടെ കൂടെ കണ്ണാടിച്ചെരുപ്പ് കൃത്യമായി പാകമായ ഒരു സുന്ദരിയായ പെൺകുട്ടിയും കൂടിയുണ്ട്. രാജകുമാരൻ സിൻഡ്രല്ലയെ കണ്ടയുടനെ തന്നെ തിരിച്ചറിഞ്ഞു. സൽക്കാര ദിവസം അവൾ അണിഞ്ഞിരുന്ന വില കൂടിയ വസ്ത്രങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും രാജകുമാരൻ അവളെ മനസ്സിലായി. തന്റെ മകൻ സുന്ദരിയായ ഒരു വധുവിനെ തിരഞ്ഞെടുത്തത് കണ്ടപ്പോൾ രാജാവും രാജ്ഞിയും ഒരുപാട് സന്തോഷിച്ചു. എന്റെ പ്രിയപ്പെട്ടവളെ, നീ ആരാണെങ്കിലും ഞാൻ തിരിച്ചറിയേണ്ടതായിരുന്നു. നീ എന്റെ ഹൃദയം കവർന്നവളാണ്. താമസിയാതെ നിന്നെ ഞാൻ എന്റെ ജീവിതസഖിയാക്കും. രാജകുമാരൻ സിൻഡ്രല്ലയെ വിവാഹം കഴിച്ച ദിവസം രാജ്യമെമ്പാടും ആഘോഷവും സൽക്കാരവുമായിരുന്നു. സിൻഡ്രല്ലയുടെ കുടുംബത്തെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സിൻഡ്രല്ലയോട് മോശമായി പെരുമാറിയതിൽ അവർ പശ്ചാത്തപിച്ചു. നല്ലൊരു ഹൃദയത്തിനുടമയായ സിൻഡ്രല്ല തന്റെ വീട്ടുകാർ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് അവരെ സ്വീകരിച്ചു. ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. എന്റെ വീട്ടുകാരെ കൂടി ഈ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറയും. ഒരിക്കൽ കൂടി എന്റെ അമ്മ മാലാഖയെ കണ്ട് നന്ദി പറയാൻ എനിക്ക് തോന്നുന്നു. സിൻഡ്രല്ലയും അവളുടെ രാജകുമാരനും വളരെ കാലം സന്തോഷത്തോടുകൂടി ജീവിച്ചു. അവർ സാമർഥ്യത്തോടെ അവരുടെ രാജ്യം ഭരിച്ചു. ദി അഗ്ലി ഡക്ലിംഗ്. ഒരു മനോഹരമായ വേനൽക്കാല ദിവസം ഒരു താറാവ് കുടുംബം നദിയിലൂടെ നീന്തി തുടിക്കുകയായിരുന്നു. അതേസമയം ഒരു അമ്മത്താറാവ് തന്റെ മുട്ടകൾക്ക് അടയിരിക്കുകയും. എപ്പോഴായിരിക്കും എന്റെ കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരിക? മുട്ട വിരിയാൻ എത്ര സമയമാണ് എടുക്കുന്നത്? ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി. ആർക്കും വന്ന് എന്നെ കാണാൻ പോലും സമയമില്ല. അമ്മത്താറാവിന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. താമസിയാതെ മുട്ടകൾ പൊട്ടിത്തുറക്കുകയും താറാവ് കുഞ്ഞുങ്ങൾ ഉറയ്ക്കാത്ത ചുവടുകൾ വെച്ച് മുന്നോട്ട് നടക്കുകയും ചെയ്തു. ഓ, എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാ! എല്ലാവരും ഒന്ന് വരിവരിയായിട്ട് നിന്നേ. 1, 2, 3, 4, 5. അല്ല, ഒരാളുടെ കുറവുണ്ടല്ലോ. അമ്മത്താറാവ് ചുറ്റുപാടും നോക്കിയപ്പോൾ അപ്പോഴും വിരിഞ്ഞിട്ടില്ലാത്തൊരു മുട്ട കണ്ടു. എന്തായാലും ഈ മുട്ട വിരിയുന്നത് വരെ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കാം. ആഹാ, ഇതിന് നല്ല വലിപ്പമുണ്ടല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവസാന മുട്ടയും വിരിഞ്ഞു. എന്നാൽ ആ താറാവ് കുഞ്ഞു വലുപ്പമുള്ളതും വിരൂപിയുമായിരുന്നു. ഈ കുഞ്ഞിനെ കണ്ടിട്ട് അവന്റെ കൂടെ പിറന്നവരുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ലല്ലോ. അടുത്ത ദിവസം അമ്മത്താറാവ് തന്റെ കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് നയിച്ചു. ഓ, എന്റെ കുഞ്ഞുങ്ങൾ ഇത്രയും നന്നായിട്ട് നീന്തുന്നത് കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുവാ. ഏറ്റവും ഇളയതും നന്നായിട്ട് നീന്തുന്നുണ്ടല്ലോ. വരൂ മക്കളെ, ഇന്നത്തേക്ക് ഇത്രയും മതി. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്ഥലത്തെത്തണം. താറാവിന്റെ കുടുംബം കളപ്പുരയിലേക്ക് യാത്രയായി. അവിടെ മറ്റനവധി താറാവുകൾ ഉണ്ടായിരുന്നു. വിചിത്രവും വിരൂപിയുമായി ജീവിക്കും നമ്മുടെ ഇടയിൽ എന്താ കാര്യം? മറ്റുള്ള താറാകുഞ്ഞിനെ കാണാൻ എന്ത് ഭംഗിയാ, പക്ഷെ ഇത് മാത്രം വലുതും വിരൂപനും. ഈ വിരൂപനെ നമുക്ക് ഇവിടെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. അവൻ ഇപ്പോഴും കുഞ്ഞല്ലേ. അവൻ വലുതാകുമ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ സുന്ദരനായി മാറും. എന്നാൽ വിരൂപനായ താറാവ് കുഞ്ഞിനെ മറ്റു താറാവ് കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുകയും കളിയാക്കുകയും ചെയ്തു. ഈ കളിയാക്കലൊക്കെ താറാവ് കുഞ്ഞുങ്ങളൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്റെ ഈ പാവം കുഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ വിരൂപനായ താറാവ് കുഞ്ഞിന് കാര്യങ്ങൾ കൂടുതൽ വഷളായി തുടങ്ങി. അവനെ എല്ലാവരും തരം താഴ്ത്തി വേദനിപ്പിച്ചു. ഇവനെ പോലെ വൃത്തികെട്ടൊരു ജീവിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോ, ഇതിനെങ്ങാനും രാവിലെ കണി കണ്ട് എണീറ്റ അന്നത്തെ ദിവസം മൊത്തം പോക്ക. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വൃത്തികേടാവാണല്ലോ. വിരൂപനായ താറാവ് കുഞ്ഞിന് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് കരയണമെന്ന് തോന്നി. സ്വന്തം സഹോദരി സഹോദരന്മാരെ പോലും അവനെ വെറുത്തു. എല്ലാവരും അവനോട് മോശമായി പെരുമാറുന്നത് കണ്ട് അമ്മത്താറാവിന് വിഷമമായി. ഞാൻ വിരൂപനായതുകൊണ്ട് ആർക്കും എന്നോട് സംസാരിക്കാനോ കളിക്കാനോ ഇഷ്ടമല്ല. ഞാൻ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോകും. അങ്ങനെ വിരൂപനായ താറാവ് കുഞ്ഞ് കളപ്പുരയുടെ വേലിക്ക് മുകളിലൂടെ പറന്ന് 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 അവനൊരു ചതുപ്പ് നിലത്തെത്തി. ആ രാത്രി അവിടെ കഴിയാൻ അവൻ തീരുമാനിച്ചു. ഓ, വല്ലാത്ത ക്ഷീണം.
ഏതായാലും ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിയാം. ഉച്ചത്തിൽ കരയുന്ന താറാവിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് വിരൂപനായ താറാവ് കുഞ്ഞ് എഴുന്നേറ്റത്. കാട്ടുതാറാവുകളുടെ ഒരു കൂട്ടം പോകുന്നതായി അവൻ കണ്ടു. ദയവേത് കുറച്ചു സമയത്തേക്ക് ഞാൻ ഇവിടെ നിന്നോട്ടെ. എനിക്ക് പോകാൻ മറ്റൊരിടവുമില്ല. നീ വിരൂപനാണ്, ഇവിടെ താമസിച്ചോളൂ, പക്ഷെ ഞങ്ങൾക്കിടയിലേക്ക് വന്നേക്കരുത്. വിരൂപനായ താറാവ് കുഞ്ഞ് കുറെ ദിവസം അവിടെ താമസിച്ചു. ഒറ്റപ്പെട്ട പോലെ തോന്നിയെങ്കിലും ആരും അവനെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തില്ല. ഒരു ദിവസം താറാവ് കുഞ്ഞ് എന്തോ പൊട്ടിത്തെറിക്കും പോലെ വലിയൊരു ശബ്ദം കേട്ടു. ചലിക്കാൻ കഴിയാത്ത വിധം അവൻ പേടിച്ചു പോയിരുന്നു. ഒടുവിൽ അവൻ തലയുയർത്തി ചുറ്റും നോക്കിയപ്പോൾ മറ്റെല്ലാ താറാവുകളും രക്ഷപ്പെട്ടിരുന്നു. വിരൂപനായ താറാവ് കുഞ്ഞും അവനെക്കൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ചതുപ്പ് നിലത്തിൽ നിന്നും പറന്നകന്നു. തന്റെ കുഞ്ഞു ചിറകുകൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ അവൻ പറന്നു. പെട്ടെന്നൊരു ഇടിയും മിന്നലും ഉണ്ടായപ്പോൾ അത് കുഞ്ഞു താറാവിനെ ഭയപ്പെടുത്തി. ഓ, നനങ്ങിയപ്പോ എന്തൊരു തണുപ്പാ! ആ വീട്ടിനുള്ളിൽ ചൂട് കിട്ടുമെന്ന് തോന്നുന്നു. ഇനി അവിടെ പോയാലേ രക്ഷയുള്ളൂ. ഒരു വൃദ്ധ തന്റെ സ്വന്തം വീട്ടിൽ കണ്ടൻ പൂച്ചയ്ക്കും കോഴിക്കൊപ്പമായിരുന്നു താമസം. അവർ അടുത്ത ദിവസം താറാവ് കുഞ്ഞിനെ കണ്ടു. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഇതാരാ ഇവിടെ ഒരു പുതിയ കക്ഷി? താറാവ് കുഞ്ഞിനെ പോലെ ഉണ്ടല്ലോ, പക്ഷെ വൃത്തികെട്ട ഒരു താറാ കുഞ്ഞ്. സാരയില്ല, ഇത് മുട്ടയിടുന്നത് വരെ ഞാൻ എന്റെ വീട്ടിൽ വളർത്താൻ പോവാ. അപ്പൊ എന്റെ കോഴിയിടുന്ന മുട്ട കൂടാതെ ഈ താറാവിന്റെ മുട്ടയും കിട്ടും. പക്ഷെ ഈ താറാവ് ഒരു പെൺതാറാവായിരുന്ന മതിയായിരുന്നു. അങ്ങനെ വിരൂപനായ താറാവ് കുഞ്ഞ് ആ വൃദ്ധയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. എന്നാൽ ഇവിടെയും ആ കണ്ടൻ പൂച്ചയും കോഴിയും ചേർന്ന് അവന്റെ ജീവിതം ദുരിതപൂർണമാക്കി. ഹേയ്, നിന്നോടാ. നിന്റെ മുഖം കണ്ണാടിയിൽ കാണുമ്പോൾ നിനക്ക് പേടി തോന്നാറില്ലേ? എന്നെ നോക്കൂ, എന്റെ ദേഹം പട്ടുപോലെ മൃദുലമാണ്. എന്റെ മീശ കണ്ടോ നീ? എത്ര നീളമുള്ളതും മനോഹരവുമാണെന്ന് നോക്ക്. യജമാനത്തി പറയുന്നതേ എന്റെ നടപ്പ് പോലും രാജകീയമാണെന്നാ. നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു മുട്ട പോലും ഇടാൻ പറ്റില്ല നിനക്ക്. എന്റെ മുട്ടകൾ കണ്ടോ? തവിട്ടു നിറത്തിലുള്ള സുന്ദരമായ വലിയ മുട്ടകൾ. വിരൂപനായ താറാവ് കുഞ്ഞു വീണ്ടും ഒറ്റപ്പെട്ടു. അവൻ ജനാലയിലൂടെ പുറത്തേക്കുള്ള ഒരു ചെറിയ കുളത്തിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. എനിക്ക് വെള്ളത്തിൽ നീന്താൻ കൊതിയാകുന്നു. മുമ്പൊക്കെ എന്റെ വീടിന് പിന്നിലുള്ള കുളത്തിൽ നീന്താൻ എന്ത് രസമായിരുന്നു. നിനക്കെന്താ വട്ടുണ്ടോ? യജമാനത്തി ഒരിക്കലും നിന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. സുരക്ഷിതമായ ഒരു വീടില്ലേ, പിന്നെന്താ നിനക്ക് വേണ്ടത്? യജമാനത്തി ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. എന്നെയും കണ്ടം പൂച്ചയും ദേഷ്യം പിടിപ്പിക്കരുത്. അവന് നീന്തണം പോലും നടന്നത് തന്നെ. വിരൂപനായ താറാവ് കുഞ്ഞിന് ഒരുപാട് സങ്കടമായി. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്നു. ഇവിടെ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു തടവ് പുള്ളിയെ പോലെയല്ലേ ഞാനിവിടെ. എന്തൊരു ശിക്ഷയാ! ഒന്ന് നീന്താൻ പോലും അനുവാദമില്ല. എനിക്ക് നീന്തണം. എന്റെ ഇഷ്ടത്തിന് എനിക്ക് നീന്തുകയും പറക്കുകയും ഒക്കെ വേണം. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. അങ്ങനെ ഒരു രാത്രി താറാവ് കുഞ്ഞൊരു പുതിയ വീടും തേടി ആ വീട്ടിൽ നിന്ന് പുറത്തു ചാടി. താമസിയാതെ അവൻ ഒരു മനോഹരമായ തടാകം കണ്ടെത്തി. അവന് മുങ്ങാനും നീന്തിക്കളിക്കാനും. ഹായ്! എന്തൊരു മനോഹരമായ സ്ഥലം! കുറേ നാളുകൾക്ക് ശേഷം നീന്താൻ എന്ത് രസമാ! ഇവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ നല്ല സ്നേഹമുള്ളവരാണെങ്കിൽ എനിക്ക് പിന്നെ ഇവിടം വിട്ട് എങ്ങോട്ടും പോകേണ്ടി വരില്ല. പക്ഷെ കഷ്ടം, ഇവിടെയും ആരും തന്നെ വിരൂപനായ താറാവ് കുഞ്ഞിനോട് കൂട്ടുകൂടിയില്ല. എപ്പോഴും എല്ലാവരും എന്നെ എന്താ ഇങ്ങനെ ഒഴിവാക്കുന്നത്? ഞാൻ വിരൂപനായതുകൊണ്ട് എല്ലാരും എന്നോടിങ്ങനെ മോശമായിട്ട് പെരുമാറണമെന്നുണ്ടോ? ആർക്കും എന്നോടൊപ്പം കളിക്കുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. അതുകൊണ്ട് ഇതേ ദുഃഖകരമായ അവസ്ഥയിൽ ജീവിതം തുടർന്നു. താമസിയാതെ ഋതുക്കൾ മാറി. ശരത്കാലം വന്നു. ഇലകളുടെ നിറം ചുവപ്പിൽ നിന്നും ഓറഞ്ചായി, പിന്നീട് സ്വർണവർണ്ണത്തിലും. പിന്നെ ശൈത്യകാലം വന്നു. കാടിന് വെളുപ്പ് നിറമായി. ഒരു തണുത്ത കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരുന്നു. കറുത്ത മേഘങ്ങൾ താറാവ് കുഞ്ഞിനെ കൂടുതൽ മൂകനും ദുഃഖിതനുമാക്കി. അതുകൊണ്ട് തടാകത്തിന്റെ തീരത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. എവിടെന്നാണ് ഈ ഭംഗിയുള്ള പക്ഷികൾ? ഞാൻ ഇവിടെ കണ്ടതായി ഓർക്കുന്നേയില്ല. എത്ര മനോഹരമായിട്ടാണ് ആ വലിയ ചിറകുകൾ വിടർത്തി പറക്കുന്നത്. പറക്കുകയാണെന്നേ തോന്നുന്നില്ല. ആകാശത്തോടെ തെന്നി നീങ്ങാനേ തോന്നൂ. ശൈത്യകാലം കൂടുതൽ തണുപ്പുള്ളതായിരുന്നെങ്കിലും മരവിച്ച ജലത്തെ വകവയ്ക്കാതെ താറാവ് കുഞ്ഞ് തുടർച്ചയായി നീന്തുകയും ഒടുവിൽ കുറ്റിക്കാട്ടിൽ അഭയം തേടുകയും ചെയ്തു. ഒടുവിൽ വീണ്ടും വസന്തകാലം വന്നു. ചെടികൾ മുളപൊട്ടാനും ആകാശത്ത് സൂര്യൻ ഒളിഞ്ഞു നോക്കാനും തുടങ്ങി. ചൂടുള്ള കാലാവസ്ഥ താറാവ് കുഞ്ഞിനെ സന്തോഷിപ്പിച്ചു. എനിക്ക് ചുറ്റുമുള്ളതെല്ലാം തന്നെ ഭംഗിയുള്ളതായിരിക്കുന്നു. എന്റെ ചിറകുകൾക്കും ഇപ്പോൾ ശക്തി വന്നിരിക്കുന്നു. എനിക്കിപ്പോൾ തൊട്ടടുത്തുള്ള കുളത്തിൽ നീന്താനാകും. പെട്ടെന്ന് താറാവ് കുഞ്ഞ് വസന്തകാലത്തിന്റെ തുടക്കത്തിൽ കണ്ട അതേ മനോഹരമായ പക്ഷികളെ വീണ്ടും കാണുകയും വേഗത്തിൽ കുറ്റിക്കാട്ടിൽ ഒളിക്കുകയും ചെയ്തു. എന്തു ഭംഗിയായി ഈ പക്ഷികളെ കാണാൻ. അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ അവരും എന്നെ കളിയാക്കും. ചിലപ്പോ അവരെന്നെ കൊല്ലാനും മടിക്കില്ല. ഇങ്ങനെ ആളുകളുടെ പരിഹാസം കേട്ട് ഞാൻ മടുത്തു. കളപ്പുരയിലെ താറാവ് കുഞ്ഞുങ്ങളും
സ്വന്തം കൂടപ്പറപ്പുകളും ആ വൃദ്ധയുടെ വീട്ടിലെ കോഴിയും കണ്ടൻ പൂച്ചയും പിന്നെ എല്ലാവരും. ഞാൻ ഈ ലോകത്ത് ജനിക്കണ്ടായിരുന്നു. താറാവ് കുഞ്ഞ് അവനെ ആരും കാണാതിരിക്കാൻ തടാകത്തിന്റെ ശാന്തമായ ഒരു ഭാഗത്തേക്ക് പോയി. അവൻ ഒരുപാട് ദുഃഖത്തിലായിരുന്നു. വലിയ വലിയ കണ്ണുനീർ തുള്ളികൾ താഴേക്കൊഴുകി. പെട്ടെന്ന് തന്റെ സ്വന്തം പ്രതിച്ഛായ തടാകത്തിൽ കണ്ടു. അവൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താഴെ തെളിഞ്ഞ വെള്ളത്തിൽ അവനെ തുറച്ചു നോക്കി നിന്നിരുന്നത് അവന്റെ പ്രതിച്ഛായയായിരുന്നു. അവൻ അവിടെ കണ്ടത് ചാരനിറമുള്ള വിരൂപനും അറപ്പുളവാക്കുന്നതുമായ ഒരു പക്ഷിയായിരുന്നില്ല. പകരം അതീവ ഭംഗിയുള്ള ഒരു അരയന്നത്തെ ആയിരുന്നു. വിരൂപനായ താറാവ് കുഞ്ഞ് ഒരു സുന്ദരനായ അരയന്നമായി രൂപം മാറിയിരുന്നു. മറ്റ് അരയന്നങ്ങൾ കഴുത്തിൽ കൊക്കുകൊണ്ട് ഒരുങ്ങി നവാഗതനെ സ്വാഗതം ചെയ്തു. ഒടുവിൽ വിരൂപനായ താറാവിനെ ഈ പുതിയ കൂട്ടുകാർ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. മനോഹരവും സുന്ദരവുമായ അരയന്നക്കൂട്ടം. അരയന്നത്തിന്റെ നീന്തൽ കാണാൻ 2 കുട്ടികളടങ്ങിയ ഒരു കുടുംബം അവിടെ എത്തി. അവിടെ പുതിയൊരു താറാങ്കുഞ്ഞ്. അച്ഛ അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ അങ്ങോട്ട് നോക്ക്. പുതിയ താറാവുകുഞ്ഞിനെ കണ്ടോ? ആ പുതിയതിനെ കാണാൻ നമ്മൾ എല്ലാവരെക്കാളും ഭംഗിയുണ്ട്. അവൻ അതീവ സുന്ദരനും ചെറുപ്പവുമാണല്ലോ. ഇത്രയേറെ പ്രശംസ കേട്ടപ്പോൾ പ്രതികരിക്കാൻ അറിയാതെ അരയന്നം നാണിച്ച് തലകുനിച്ചു. കുറെ കാലം കുത്തുവാക്കുകൾക്കിടയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന അവന് ഈ പ്രശംസയും അംഗീകാരവും പെട്ടെന്ന് വിശ്വസിക്കാനായില്ല. ശരിക്കും അവനെ ഇപ്പോൾ വിളിക്കുന്നത് സുന്ദരനെന്നാണ്. എന്നെ സുന്ദരനെന്ന് ആരെങ്കിലും വിളിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇതേ സ്നേഹവും വാത്സല്യവും ഞാൻ വിരൂപനായിരുന്നപ്പോഴും എല്ലാവരും എനിക്ക് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഇത്രയും ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. രൂപഭംഗി നോക്കിയാണോ ആളുകൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്? ഇതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം.